GI പൈപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ദിവാൻ കോട്ടിൻ്റെ വർക്ക് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇത് വുഡാണെന്ന് തന്നെ പറയുകയുള്ളൂ. ഡുഐറ്റീസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ദിവാൻ കോട്ടാണ്. അതും GI പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ദിവാൻ കോട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വുഡ് ഉപയോഗിച്ചിട്ടുള്ള ദിവാൻ കോട്ട് അവൈലബിൾ ആണ്. പക്ഷെ എത്രത്തോളം അത് ഈട് നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ഓൾറെഡി പെയിന്റ് ചെയ്തായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമ്മൾ GI പൈപ്പ് വെച്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ GI പൈപ്പിന് എത്രത്തോളം ഈട് നിൽക്കും അത്രയും കാലം ഈ ദിവാൻ കോട്ടും നിലനിൽക്കും. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് സ്ഥിരം പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യം 2 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കിൾ ട്യൂബാണ്. നമുക്കിത് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യണം. അതിനായിട്ട് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 45 ആംഗിളുള്ള സ്ക്വയറാണ്. അല്ലെങ്കിൽ 1 ഇഞ്ച് മാറ്റി വെച്ചതിന് ശേഷം കോർണറിൽ നിന്ന് വരച്ച് 45 കട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ 60 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഇത് എടുക്കുന്നത്. നമുക്കിതുപോലെ 60 സെൻറ്റിമീറ്റർ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ആ ഒരു പോർഷനും നമുക്ക് 45 ഡിഗ്രി കട്ട് ചെയ്യാനുള്ളതാണ്. ആദ്യം തന്നെ 60 സെൻറ്റിമീറ്റർ കറക്റ്റ് സ്ക്വയർ വെച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 4 സൈഡിലും സ്ക്വയർ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സമയത്തൊക്കെ ഈ മാർക്കിങ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം കാണും. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം 60 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലേക്ക് 45 നമുക്കിതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ അതും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കട്ട് ചെയ്യേണ്ട പോർഷനാണ് ഈ മാർക്ക് ചെയ്യുന്നത്. ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനായിട്ട് നമുക്കൊരു സാൻഡർ ഉപയോഗിച്ചിട്ട് ആ 45 നമുക്കിതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഗൂഗിൾസൊക്കെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ബെർസൊക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ആവശ്യം 60 സെൻറ്റിമീറ്ററിൻ്റെ 2 റെക്റ്റാങ്കിളും അതുപോലെ 52 സെൻറ്റിമീറ്ററിൻ്റെ 2 റെക്റ്റാങ്കിളുമാണ്. കട്ടിങ്ങൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. അതായത് നമ്മുടെ അളവിൻ്റെ ഉള്ളിലേക്കാണ് 2 45 നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 60 സെൻറ്റിമീറ്ററും 52 സെൻറ്റിമീറ്ററും നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരുമിച്ച് വെക്കാം. നമുക്കൊരു ടാക്ക് ചെയ്ത് അത് ഉറപ്പിക്കാം. അതിന് മുമ്പ് തന്നെ അത് ലെവലാണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് സ്റ്റെപ്പായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു ടാക്ക് ചെയ്തു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് ടാക്ക് ചെയ്യാൻ പോകുമ്പോൾ സ്ക്വയർ ഒന്ന് വെച്ച് നോക്കുക. നമ്മുടെ പണി അത്ര എളുപ്പം ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ വെച്ച് നമ്മളങ്ങനെ ടാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ 4 സൈഡും ഇതുപോലെ സ്ക്വയർ വെച്ച് നമുക്ക് ടാക്ക് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ 4 സൈഡും ടാക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ കോർണർ ടു കോർണർ അളവ് നമുക്ക് എടുത്ത് നോക്കാം. ഒരേ അളവാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ഒരേ അളവാണ്. അതിനുശേഷം നമുക്കിത് ഫുൾ വെൽഡ് ചെയ്യാം. നമ്മളങ്ങനെ 4 സൈഡും വെൽഡ് ചെയ്യണം. ഇതിപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ വെൽഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വീതിയുള്ള ഭാഗം, അതായത് 2 ഇഞ്ചിൻ്റെ ഭാഗം നമുക്ക് വെൽഡ് ചെയ്യാം. ഇത് ഓവറായിട്ട് ഹീറ്റ് ചെയ്യരുത്, പെട്ടെന്ന് കത്തിപ്പോവും. അതുകൊണ്ട് വെൽഡിങ് സെറ്റിൽ ഒരു 70-75 മാർക്കിങ്ങിലാണ് നമ്മളിത് വെച്ച് വെൽഡ് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് 4 സൈഡും വെൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളങ്ങനെ അത് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇത് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ക്രോസ് ആയിട്ട് നമുക്ക് പൈപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ അളവെടുക്കാം. ഇതിപ്പോൾ 55 സെൻറ്റിമീറ്ററാണ് അളവ്. 55 സെൻറ്റിമീറ്ററിന് നമുക്കൊരു 1/2 ഇഞ്ച് പൈപ്പ് ഇതുപോലെ ജസ്റ്റ് ടാക്ക് ചെയ്ത് വെൽഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒരു സൈഡ് അങ്ങനെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ
ടോപ്പിൽ നിന്ന് ബോട്ടം വരെയുള്ള അളവ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വെക്കുക. അതിനുശേഷം നമുക്ക് അതും വെൽഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ടേപ്പിന് അളവ് വെക്കാത്തത്. വെൽഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പൈപ്പും തമ്മിൽ ലെവലായിട്ടിരിക്കുന്ന വിധത്തിൽ വെൽഡ് ചെയ്യുക. കാരണം സ്റ്റെപ്പായിട്ടിരിക്കരുത്, ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആ സ്റ്റെപ്പ് എടുത്ത് കാണിക്കും. നമുക്കത് ടാക്ക് ചെയ്ത് വെൽഡ് ചെയ്യാം. ഓക്കെ, നമ്മളതങ്ങനെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 3 പീസായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതുപോലെ മൂന്ന് ട്യൂബുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1 തന്നെ ആക്കി വെക്കുക, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു അരോചകത്വമായിരിക്കും. അതിനുശേഷം നമുക്കിതൊരു ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഗ്രൈൻഡ് ചെയ്യരുത്, ജസ്റ്റ് ഒരു മീഡിയം റേഞ്ചിൽ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഗ്രൈൻഡ് ചെയ്തു അത്. അതിനുശേഷം ഫ്ലാപ്പ് വീൽ ഉപയോഗിച്ച് ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. വെൽഡ് ചെയ്യുമ്പോൾ മാക്സിമം ഫില്ലാവുന്ന വിധത്തിൽ വെൽഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് അഡീഷണൽ മെറ്റൽ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഇതുപോലെ ഫിനിഷിങ് വരുന്ന വിധത്തിൽ ചെയ്യുക. അതിനുശേഷം അടിഭാഗത്ത് നിന്ന് നമുക്കൊരു 42 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം അതൊരു സ്ക്വയർ ഉപയോഗിച്ച് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളങ്ങനെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം 2 കൊന്നിൻ്റെ പൈപ്പ് ഇതുപോലെ നമുക്കവിടെ വെൽഡ് ചെയ്ത് വെക്കാം. സ്റ്റെപ്പില്ലാത്ത വിധത്തിൽ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ടാക്ക് ചെയ്ത് വെക്കാം നമുക്ക് 2 സൈഡ്. അതിനുശേഷം ഒരു സ്ക്വയർ ഉപയോഗിച്ച് ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സ്ക്വയർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം വെൽഡ് ചെയ്യാണ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യേണ്ടത്. അപ്പോൾ 42 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മളങ്ങനെ 2 പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള 3 പീസസാണ് ആവശ്യം. മുകളിൽ കാണുന്നത് 60 സെൻറ്റിമീറ്ററാണ്, താഴെ കാണുന്ന രണ്ടും 43 സെൻറ്റിമീറ്ററും. ആദ്യം മാർക്ക് ചെയ്തത് മാറിപ്പോയതുകൊണ്ടാണ് അവിടെ 43 സെൻറ്റിമീറ്ററിന് കിടക്കുന്നത്. നമുക്കിതുപോലെ അത് സെറ്റ് ചെയ്ത് വെക്കാം, ആദ്യം ബിൽഡ് ചെയ്തതുപോലെ തന്നെ. അതിനുശേഷം 42 സെൻറ്റിമീറ്റർ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഈ 2 കൊന്ന് പൈപ്പ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു ടാക്ക് അടിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ലെവലാണോ എന്ന് നോക്കിയതിന് ശേഷം അടിഭാഗത്ത് നമുക്ക് ടാക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ടാക്ക് ചെയ്ത് കഴിഞ്ഞു. ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വീഡിയോ ലെങ്ത് ആകും എന്നുള്ളത് കൊണ്ടാണ് അപ്പുറത്തെ സൈഡ് വെൽഡ് ചെയ്യുന്നതും കാണിക്കാത്തത്. ഓക്കെ, നമ്മളങ്ങനെ അത് ടാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാണ് ഇവിടെ കിടക്കുന്ന പോർഷനാണ് ദിവാൻ കോട്ടിൻ്റെ. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളളവ് എടുത്തതിന് ശേഷം ഇതുപോലെ പൈപ്പുകൾ, ക്രോസ് പൈപ്പുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഉള്ളളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ ആദ്യം എടുത്ത അളവ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, 55 തന്നെ. അത് തന്നെ നമുക്കിതുപോലെ വെച്ചതിന് ശേഷം ടാക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ക്രോസ് പൈപ്പും നമ്മൾ ഇങ്ങനെ ടാക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിത് ഫുൾ വെൽഡ് ചെയ്യാം. ദിവാൻ കോട്ടിൻ്റെ ക്രോസ് ആയിട്ട് വെക്കുന്ന ഈ ട്യൂബുകൾ ഈക്വൽ അളവിൽ തന്നെ വെൽഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ അത് വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ദിവാൻ കോട്ടിൻ്റെ ചാര്, അതായത് ചാര് വരുന്ന പോർഷനാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഈ കാണുന്ന 2 ചാരുകളും കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. ഇത് ബെൻഡ് ചെയ്തത് നമുക്ക് ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കടയിൽ നിന്ന് വാങ്ങിയ 2 ട്യൂബുകളും നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ അളവ് വെച്ച് ക്രോസ് ആയിട്ട് നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമയത്തിൻ്റെ കുറവ് മൂലമാണ് ഇത് വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അതിനുശേഷം നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുഷ്യനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. വളരെ കംഫോർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഇതിപ്പോൾ 150 സെൻറ്റിമീറ്റർ ആണ് ജസ്റ്റ് ഇതിൻ്റെ നീളം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കൂട്ടിയൊക്കെ എടുക്കാം. ഇതിൻ്റെ വീതി 60 സെൻറ്റിമീറ്ററുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരമാണെന്ന് തന്നെ പറയുകയുള്ളൂ. മരത്തിനേക്കാൾ കൂടുതൽ ഈട് നിൽക്കും. കാരണം ഇത് വെയിലും മഴയൊന്നും കൊള്ളുന്നില്ലല്ലോ, വീടിൻ്റെ ഉള്ളിലാണല്ലോ. അതുകൊണ്ട് തന്നെ കുറേ നാൾ ഈട് നിൽക്കുന്നതാണ്.